വെൽക്കം സ്റ്റുഡൻസ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വളരെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തവണ PSC HSST ഫിസിക്സ് എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ എക്സാമിന് പൊതുവെ HSST വിളിക്കുന്നത് ഒരു 4-5 വർഷം കൂടുമ്പോഴാണ്. പക്ഷെ ഇത്തവണ 2 വർഷം കൂടിയപ്പോഴാണ് HSST വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ റാങ്ക് ലിസ്റ്റിന് തൊട്ട് മേലെ, അതായത് റാങ്ക് ലിസ്റ്റ് എത്തപ്പെടാൻ 1-2 മാർക്കിന് വ്യത്യാസം വന്നവർക്കും, നന്നായി പഠിച്ചിട്ടും പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്കും, ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചില കാര്യങ്ങൾ ഓർമ്മ കിട്ടാതെ വന്നവർക്കുമായിട്ടെല്ലാം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തവണത്തെ HSST ഫിസിക്സ്. ശരിയായ രീതിയിലുള്ള ചിട്ടയായ പഠനം വഴി നമുക്ക് HSST ഫിസിക്സ് അനായാസേന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ NST അക്കാഡമിയിൽ നമ്മൾ ഇന്ന് HSST ഫിസിക്സിന്റെ ഒരു ഔട്ട്ലൈനും അതോടുകൂടി ഒരു ഡെമോ ക്ലാസ്സുമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ട എന്തായാലും HSST ഫിസിക്സിന്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക. HSST പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിട്ടയായ പഠനക്രമം ഉണ്ടെങ്കിലും, നമ്മുടെ കയ്യിൽ നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും നമുക്ക് HSST ഫിസിക്സ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, 30-ാം തീയതിയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 29 ഇപ്പോൾ HSSTയുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ MSc ക്വാളിഫിക്കേഷനാണ്, BEdും വേണം. അതോടുകൂടി സെറ്റ് പാസ്സാവണം. സെറ്റ് പാസ്സാവാത്തവർക്കുള്ള 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് MPhil ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സെറ്റ് വേണമെന്ന് നിർബന്ധമില്ല, PhD ഉള്ളവർക്കും സെറ്റ് വേണമെന്നില്ല, നെറ്റ് ഉള്ളവർക്കും സെറ്റ് വേണമെന്നില്ല. അതല്ലാതെയുള്ള സ്റ്റുഡൻസിന് MSc ഫിസിക്സ്, BEd ഇൻ ഫിസിക്കൽ സയൻസ് ആൻഡ് സെറ്റ്, ഈ 3 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് എഴുതിയ ശീലമുള്ളവർക്ക് അറിയാവുന്നതാണ്. പുതിയതായിട്ട് എഴുതേണ്ടവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ക്ലാസ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ kerala.psc.gov.in എന്ന വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും സിലബസും ഡീറ്റെയിൽസും എല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, OMR ടൈപ്പാണ്. മാർക്ക് 100 മാർക്കും, സമയം 1.5 മണിക്കൂർ സമയവുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ, നമുക്ക് HSST ഫിസിക്സിന്റെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CSIR നെറ്റിന്റെ അത്ര ടഫ് അല്ലെങ്കിലും സെറ്റിനേക്കാൾ ടഫാണ്. അതായത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 1 വേർഡ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിലബസ് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു വെബിനാറിൽ സിലബസ്, ഈ ഒരു ക്ലാസ്സിൽ ഞാൻ സിലബസ് ഉൾപ്പെടുത്തിയിട്ടില്ല. സിലബസ് HSST ഫിസിക്സിന്റെ നോക്കുകയാണെങ്കിൽ പോയ വർഷങ്ങളിലെല്ലാം നമുക്ക് സെറ്റിനും നെറ്റിനൊക്കെ ഉള്ള അതേ ടോപ്പിക്കുകൾ തന്നെയാണ്, അതേ മൊഡ്യൂൾസ് ആണ്. 1-2 എക്സ്ട്രാ മൊഡ്യൂൾസ് അഡ്വാൻസ്ഡ് ഫിസിക്സ് എന്ന രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലബസ് സെയിം ആണെങ്കിൽ കൂടിയും ചോദിക്കുന്ന രീതി നല്ല രീതിയിൽ വ്യത്യാസമാണ്. HSST ഫിസിക്സ് പ്രോബ്ലം ചെയ്യേണ്ട, ഇക്വേഷൻസ് ഓർത്തിരുന്ന് ചെയ്യേണ്ട പ്രോബ്ലം ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒത്തിരി ഡെറിവേഷൻ, ഒത്തിരി സ്റ്റെപ്സ് ഉള്ള പ്രോബ്ലം അല്ല. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെച്ചാൽ അനായാസേനം കിട്ടുന്ന ഉത്തരങ്ങളുള്ള ചോദ്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഒരു തിയറി മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന 1 വേർഡ് ടൈപ്പുള്ള ആൻസറുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലുമായിട്ട് HSST ഫിസിക്സിൽ കണ്ടുവരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ചിട്ടയായ പഠനം എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആദ്യം തന്നെ HSST ഫിസിക്സിന്റെ സിലബസ് സൈറ്റിൽ നിന്ന്, നേരത്തെ മെൻഷൻ ചെയ്ത സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അത് ഫോണിൽ സൂക്ഷിക്കുന്നവരുണ്ടാവും, ലാപ്ടോപ്പിൽ സിലബസ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നവരുണ്ടാവും. ഏറ്റവും നല്ലത് ഒരു പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സിലബസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ബുക്സ്, റെഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ചടങ്ങാണ്. പലർക്കും MSc കഴിഞ്ഞ് കുറച്ച് വർഷമായവരുണ്ടാവും, ഇപ്പം MSc ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ BEd ആയിരിക്കും ഇപ്പോൾ ചെയ്ത് MSc കഴിഞ്ഞിട്ട് BEd ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ബുക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. സിലബസ് കണ്ടുപിടിക്കുക, സിലബസ് ഡൗൺലോഡ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഓരോ മോഡ്യൂളിനനുസരിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ നോട്ട് ബുക്കുകൾ നിങ്ങൾ കയ്യിൽ വെക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെക്കുക. PSCയുടെ സൈറ്റിലെ HSSTയും സെറ്റിന്റെയും എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെക്കുക. മോക്ക് ടെസ്റ്റുകൾ ആരംഭത്തിലേ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾ കളക്ട് ചെയ്ത സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നും ആവശ്യാനുസരണം പഠിച്ച് നോട്ട്സും ഇക്വേഷൻസും എല്ലാം എഴുതുക. ഇതെല്ലാം ഈ ചെറിയൊരു കാലയളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്.
അല്ലേ? അപ്പം അതിനാണ് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നമ്മൾ കോച്ചിങ് നമ്മൾ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും സിലബസ് അനുസരിച്ച് ഓർഡറിലുള്ള ക്ലാസ്സുകളും അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതെങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളൊരു എളുപ്പ വഴിയും എല്ലാം ഇത്തരം ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെമോ ക്ലാസ് എന്ന രീതിയിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ വാട്ട് യു മീൻ ബൈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്? ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ മെക്കാനിക്സ് ഇറ്റ്സെൽഫ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. മെക്കാനിക്സ് എന്ന ബ്രാഞ്ച് എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു? ഇറ്റ് ഡീൽസ് വിത്ത് ദി ഒബ്ജക്ട്സ് ഇൻ മോഷൻ and at rest under the influence of external or internal interaction. അല്ലെങ്കിൽ ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഫോഴ്സോ ഇത്തരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിലാണ് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യം ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാൽ എന്താണ്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്? അതിന്റെ ഡെഫിനിഷൻ ഞാനിവിടെ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ഓർ വ്യൂ പോയിന്റ്സ് വിച്ച് ഹെൽപ്സ് ടു മെഷർ, ഒബ്സർവ് പൊസിഷൻ, മോഷൻ ആൻഡ് ബിഹേവിയർ ഓഫ് ഒബ്ജക്ട്സ്. അതായത് നമുക്കൊരു ബോഡിയുടെ നമുക്കൊരു പൊസിഷൻ അറിയണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് നമ്മൾ എടുക്കുന്നു. ആ കോർഡിനേറ്റിൽ നിന്നും ആ ബോഡി എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, അപ്പോൾ ബോഡിയുടെ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇനി ടൈമും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ടൈമിൽ മൂവ് ചെയ്തു, അപ്പോൾ മോഷനും കൂടി അറിയാനായിട്ട് സാധിക്കും. ഇനി അത് റൊട്ടേറ്റ് ചെയ്യുന്നതാണോ അത് ലീനിയർ മോഷനാണോ എന്നുള്ള ബിഹേവിയറും നമുക്ക് ആ ഒരു കോർഡിനേറ്റിൽ നിന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാനൊരു ആക്സിസ് നിങ്ങൾക്ക് വരച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു 3 ഡയമെൻഷൻ ഒബ്ജക്റ്റിന്റെ ആണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ നമ്മൾ 3 ആക്സിസ് വരയ്ക്കും. എക്സ് വൈ ഇസഡ് വരയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ ഇത് നമ്മൾ ഇസഡ് എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം, വൈ എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും, എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് ഫോർ എക്സാമ്പിൾ എ എന്നാണെങ്കിൽ നമ്മൾ എത്ര ചെയ്തും എക്സ് വൈ ഇസഡ്. ഈ രീതിയിൽ നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് പൊസിഷൻ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ടൈമും കൂടി വരുമ്പോൾ ഈ 3 എണ്ണത്തിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് ടൈം ആക്സിസ് വരുന്നത്. ഓക്കെ, ഇത്തരത്തിൽ വരുന്നതിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്. മാത്രമല്ല 2 പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒരു സ്പേസിൽ ഒരു ഫിസിക്കൽ ഫിനോമിനയെ നമ്മൾ നോർമലി വിളിക്കുന്നത്, അതിന്റെ പൊസിഷനെ വിളിക്കുന്നത് പോയിന്റ് എന്നാണ്. അപ്പോൾ ആ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ ഈ ടേം പറയാനുള്ള കാരണം നിങ്ങൾക്ക് 1 വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഒരു ചെറിയൊരു ടോപ്പിക്കിൽ നിന്ന് 1 വേർഡായിട്ട് തിയറിറ്റിക്കലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത് മെൻഷൻ ചെയ്യുന്നത്. സോ വാട്ട് യു മീൻ ബൈ പോയിന്റ്? പോയിന്റ് ഈസ് എ ഫിസിക്കൽ ഫിനോമിന which occur in space. ഓക്കെ, ഇതിന്റെ പൊസിഷനെയാണ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ടൈം ഓഫ് ഒക്കറൻസ്, ആ ഒരു ഫിസിക്കൽ ഫിനോമിന നടന്ന ടൈം ഓഫ് ഒക്കറൻസിനെ നമ്മൾ എന്ത് പേരായിരിക്കും പറയുന്നത്? അതിനെ നമ്മൾ ഇവന്റ് എന്ന് പറയും. അപ്പോൾ പോയിന്റും ഇവന്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൽ ഒരു ഫിസിക്കൽ ഫിനോമിന നടന്നു, അതിന്റെ പൊസിഷനാണ് പോയിന്റ്. അത് നടന്ന ആ ടൈമിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റും ഇവന്റും എല്ലാം ടൈമും കൂടി ഉൾപ്പെടെയുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ഇവന്റ്. പിന്നെ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ഒരു ഉപയോഗം നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ പൊസിഷൻ വെക്ടർ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്? പൊസിഷൻ വെക്ടർ നോർമലി പറയുന്നത് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ്. ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് ഇത് 3ഉം യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. സിമിലർലി വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി we can write velocity is equal to rate of change of displacement dr by dt.
ആൻഡ് ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ A is equal to rate of change of velocity dv/dt. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ എല്ലാം ഇക്വേഷൻസ്. കൂടാതെ നമുക്ക് എന്തൊക്കെ പഠിക്കാം? ഫോഴ്സ്, മൊമെന്റം, ലീനിയർ മൊമെന്റം, ഇത്തരമുള്ള ഒത്തിരി ഇക്വേഷൻസ് എല്ലാം ഇതിൽ നിന്നാണ് നമ്മൾ ബേസിക്കിൽ നിന്നാണ് നമ്മൾ അഡ്വാൻസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതാണ് ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉപയോഗം വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, ബേസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ ഈ ബേസിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് കുറച്ച് MCQ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അടുത്തതായിട്ട് വി ക്യാൻ ഡിസ്കസ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഞാൻ അതിന്റെ ഒത്തിരി ഇക്വേഷൻസോ ലോസ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം 3 ലോ ആണ് ബേസിക് ആയിട്ട് ന്യൂട്ടന്റെ ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേർഷ്യ ആണ്. ഞാൻ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമ്മളൊരു 9ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. കൂടുതലായിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷൻസും സ്റ്റേറ്റ്മെന്റും അതിൽ നിന്ന് വരുന്ന കാര്യങ്ങളും നമുക്ക് പറയാം. ലോ ഓഫ് ഫോഴ്സ് ആണ് രണ്ടാമത്തത്. അതായത് നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? റേറ്റ് ഓഫ് മൊമെന്റം P ആണ് നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു M. ഇതാണ് രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത്തരത്തിലുള്ള ന്യൂട്ടന്റെ ലോയും നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ആ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. അടുത്തായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൺസർവേഷൻ ലോസ് ആണ്. കൺസർവേഷൻ ലോസിൽ ഞാൻ 2 കൺസർവേഷൻ ലോസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് linear momentum. What is conservation of linear momentum? That is, if external force is equal to 0. അതായത് ഫോഴ്സ് എക്സ്റ്റേണൽ 0 എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ന്യൂട്ടന്റെ ലോ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? dp/dt, that is rate of change of momentum ആണല്ലോ എക്സ്റ്റേണൽ ഫോഴ്സ്, 0 ആണ്. ഇത് 0 ആവണം എന്നുണ്ടെങ്കിൽ we can write vector P is equal to constant. അപ്പോൾ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആവണം എന്നുണ്ടെങ്കിൽ, കൺസർവ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെന്റ് ആയിരിക്കണം. സോ we can say in absence of external force linear momentum is conserved. Similarly, we can say conservation of angular momentum. നമുക്ക് എങ്ങനെ പറയാം? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. We can say angular momentum by definition vector L is equal to R cross P ആണ്. മൊമെന്റ് ഓഫ് മൊമെന്റം ആണ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ നമുക്ക് ഇത് റൊട്ടേഷൻ മോഷനിലെ റൊട്ടേഷണൽ ഫോഴ്സിനെ വി കോൾ ടോർക്ക് എന്നാണ്. റൊട്ടേഷണൽ ഫോഴ്സ് ടോർക്കാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 എന്ന് പറയുന്ന പോലെ റൊട്ടേഷൻ ഫോഴ്സ് 0 ആണെങ്കിൽ we can write dl/dt is equal to 0. Therefore, vector L is conserved or constant. അപ്പോൾ ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ റൊട്ടേറ്റിംഗ് ഫോഴ്സ് 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ കൺസർവേഷൻ ലോസിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ വിച്ച് ടേം വിൽ ബി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വിച്ച് ടേം വിൽ ബി 0 ഫോർ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോഴ്സ്, വെലോസിറ്റി, പിന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ ഫോഴ്സ് 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്. അത്തരത്തിലും നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് വർക്ക് എനർജി തിയറമാണ്. അപ്പൊ ഒരു പാർട്ടിക്കിള് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ഫോഴ്സ് കൊടുത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ we can say that it is equal to that work, it is equal to change in the kinetic energy of the particle. ആ പാർട്ടിക്കിൾ നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ what happens? കൈനറ്റിക് എനർജി ഉണ്ട് അതിന്. അപ്പോൾ ചേഞ്ച് ഇൻ ദി കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും?
ഫോഴ്സ് കൊണ്ട് കൊടുക്കുന്ന ഒരു ഫോഴ്സ് കൊടുത്തിട്ടാണല്ലോ വർക്ക് നടക്കുന്നത്, വർക്കിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ മാത്രം ഞാൻ ഇവിടെ എഴുതാം. വർക്ക് എനർജി തിയറത്തിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can say that work from 1 to, അതായത് ഇക്വേഷൻ 1 ന്ന് 2 വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വർക്കിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇതെന്തിന് ഈക്വൽ ആണെന്നാണ് ഈ തിയറം പറയുന്നത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഇഫ് ദി ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്, if the force is conservative, ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് സീറോ. വർക്ക് ഡൺ ക്ലോസ്ഡ് പാത്ത് ഈസ് സീറോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതാണ്. പക്ഷെ ഇതിൽ നിന്ന് വരാവുന്ന ഇത്തരത്തിലുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. നമുക്കറിയാമെങ്കിലും ചിലപ്പോൾ നമ്മളത് ഓർക്കണം എന്നില്ല. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ബേസിക് ആയിട്ട് ഒത്തിരി ഫോഴ്സും വെലോസിറ്റിയുടെ ഒക്കെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ കുറച്ചും കൂടി MSCയുടെ ഒരു സിലബസ് വരുന്നത് നമ്മൾ ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ലഗ്രാഞ്ച് ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, പല കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ എഴുതാം, പോയിസൺ ബ്രാക്കറ്റ് എങ്ങനെ എഴുതാം, ഹാമിൽട്ടോണിയൻ എങ്ങനെ എഴുതാം, അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്മോൾ ഓസിലേഷൻസ്, ഇതെല്ലാം ക്ലാസിക്കൽ മെക്കാനിക്സിൽ MSc ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഈ പോർഷൻസ് സിമ്പിൾ ആണെങ്കിലും ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒരു സെൻട്രലിനെ എവേയോ സെന്ററിനേക്കാൾ ടുവേർഡ്സ് ഈ സെന്റർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ സെൻട്രൽ ഫോഴ്സ്. ആൻഡ് അതിന് മാഗ്നിറ്റ്യൂഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഫോഴ്സ് എങ്ങനെ പറയാം? സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോഴ്സ് വിച്ച് ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ. ഇറ്റ് ഇസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഓർ അവേ ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ്. ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിസ്റ്റൻസ് ആർ ഫ്രം ദി പോയിന്റ്. അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. സെൻട്രൽ ഫോഴ്സ് പൊതുവെ എഴുതുന്നത് എഫ് ഓഫ് ആർ എന്നാണ്. ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആർ ക്യാപ് ആ ഡയറക്ഷനിലായിരിക്കും ഇരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. സെൻട്രൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. എപ്പോഴായിരിക്കും സെൻട്രൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആവുന്നത്? ഈ എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 0 ആവുമ്പോൾ. ആൻഡ് ഫോഴ്സ് ഈസ് റിപ്പൾസീവ്. എപ്പോഴാണ് റിപ്പൾസീവ് ആകുന്നത്? എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവും. അതായത് നെഗറ്റീവും ഇത് പോസിറ്റീവും. ഈ രീതിയിലാണ് സെൻട്രൽ ഫോഴ്സ് വരുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. സിമിലർലി റിപ്പൾസീവ് ഫോഴ്സ് ഒരു എക്സാമ്പിൾ കൂളം ഫോഴ്സ്. കൂളം ഫോഴ്സ് നമുക്ക് അട്രാക്ഷനും വരാം റിപ്പൽഷനും വരാം അല്ലെ? രണ്ട് സെയിം ചാർജ് ആണെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലാണെങ്കിൽ ദർ വിൽ ബി അട്രാക്ഷൻ. ഇതാണ് സെൻട്രൽ ഫോഴ്സിന്റെ ഒരു കോൺസെപ്റ്റ്. ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ എന്താ പറയാ റൊട്ടേഷണൽ ഫോഴ്സ്, അത്തരത്തിലുള്ള ഫോഴ്സ് ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് വരുന്ന കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. വാട്ട് യു മീൻ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്? ഫോഴ്സിന്റെ ഇക്വേഷൻ ഞാൻ എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, മാസ് നമ്മൾ എടുത്തിരിക്കുന്ന ബോഡിയുടെ കോൺസ്റ്റന്റ് ആണ്. ജി നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 m/s² ആണ്. അപ്പൊ ഈ ഒരു ഫോഴ്സ് എടുത്തിരിക്കുന്ന ബോഡിക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് പൊസിഷൻ ഡിപ്പെൻഡന്റ് ഫോഴ്സ്. പൊസിഷൻ ഡിപ്പെൻഡന്റ് ഫോഴ്സ്. ഓക്കെ,
ഞാനൊരു എക്സാമ്പിൾ എഴുതാം. പൊസിഷൻ ഡിപ്പെൻഡന്റ് ഫോഴ്സിന് ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. F is equal to minus kx. ഇത് ഏത് ലോ ആണ്? നമ്മൾ ഹൂക്സ് ലോ പഠിച്ച ഇലാസ്റ്റിസിറ്റിയിൽ പഠിച്ചിട്ടുള്ള ഹൂക്സ് ലോയുടെ റെപ്രസെന്റേഷൻ ആണ്. ഹൂക്സ് ലോ ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ്? പല ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. കോൺസ്റ്റന്റ് ഫോഴ്സ്, പൊസിഷൻ ഡിപ്പെൻഡന്റ് ഫോഴ്സ്, വെലോസിറ്റി ഡിപ്പെൻഡന്റ് ഫോഴ്സ്, ടൈം ഡിപ്പെൻഡന്റ് ഫോഴ്സ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? പൊസിഷൻ ഡിപ്പെൻഡന്റ് ഫോഴ്സ് എന്നുള്ളതായിരിക്കും. മൂന്നാമത്തെ ടൈപ്പ് വരുന്നത് വെലോസിറ്റി ഡിപ്പെൻഡന്റ് ഫോഴ്സ്. വെലോസിറ്റി ഡിപ്പെൻഡന്റ് ഫോഴ്സ്. സോ ഞാൻ എക്സാമ്പിൾ എഴുതാം. ഇക്വേഷൻ എഴുതാം. F is equal to Q into വെലോസിറ്റി V ക്രോസ് ക്യാപിറ്റൽ V മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഏത് ലോ ആണെന്നുള്ളത് നിങ്ങളൊന്ന് ഈ ക്ലാസ് കണ്ടിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കാം. നാലാമത്തെ ടൈപ്പ് ടൈം ഡിപ്പെൻഡന്റ് ഫോഴ്സ്. ടൈം ഡിപ്പെൻഡന്റ് ഫോഴ്സ് നമ്മൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷനിലൊക്കെ വരുന്ന F ഫോഴ്സ് ഇതെല്ലാം ടൈം ഡിപ്പെൻഡന്റ് ആണ്. ഫോർ എക്സാമ്പിൾ Q is equal to നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ എഴുതുമ്പോൾ E0 sin omega t, മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ B0 sin omega t. ഇത്തരത്തിൽ ടി ഡിപ്പെൻഡിങ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് നിങ്ങൾ നോട്ട് വെക്കേണ്ടത് ഒന്ന് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ ഇപ്പോൾ ഓരോ ലോ ആണ് എക്സാമ്പിൾ പറയുന്നത് അല്ലെ. ഇപ്പോൾ ഹൂക്സ് ലോ തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് എന്ന രീതിയിൽ MCQ ചോദിക്കാം. ഞാൻ പറഞ്ഞു ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. പക്ഷെ ഇത്തരത്തിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അത് ഓർമ്മ കാണണമെന്നില്ല. ഓർമ്മയുള്ളവരും ഉണ്ട് എങ്കിൽ വെരി ഗുഡ്. ഓക്കെ, സോ അടുത്തൊരു ടോപ്പിക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ആർ ഗോയിങ് ടു സ്റ്റഡി ലഗ്രാഞ്ചെ ഡൈനാമിക്സ്. അപ്പോൾ ലഗ്രാഞ്ചെ ഡൈനാമിക്സ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലഗ്രാഞ്ചെ ഡൈനാമിക്സ് ഈ ഒരു ഡെമോ സെഷനിൽ പഠിക്കുന്നില്ല. ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. അപ്പൊ ഞാൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഇക്വേഷൻസ് പറയുന്നില്ല. ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റംസ്. അപ്പൊ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്താണ്? നമ്മൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ചിട്ടാണോ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു പൊസിഷൻ കിട്ടിയാൽ വി ക്യാൻ റൈറ്റ് ദി വെലോസിറ്റി, വി ക്യാൻ റൈറ്റ് ദി ആക്സിലറേഷൻ, ഫോഴ്സ്, അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ നോർമലായിട്ട് പഠിച്ചിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് ഏതാണ്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഇപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ്, വൈ, ഇസഡ് എന്ന രീതിയിലാണ്. പൊസിഷൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും പറയുന്നില്ല. പൊസിഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്. വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ആർ ബൈ ഡി ടി എന്നാണ് അല്ലേ. ഓർ വി ക്യാൻ റൈറ്റ് ആർ ഡോട്ട് വെക്ടർ. നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡോട്ട് ഐ ക്യാപ് പ്ലസ് വൈ ഡോട്ട് ജെ ക്യാപ് പ്ലസ് സെഡ് ഡോട്ട് കെ ക്യാപ്. സിമിലർലി വി ക്യാൻ റൈറ്റ് ആക്സിലറേഷൻ, ഫോഴ്സ്, ഇങ്ങനെ പോകും. രണ്ടാമത്തെ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഞാൻ ഏതൊക്കെയാണ് കോർഡിനേറ്റ് എന്ന് മാത്രം എഴുതാം. ഇറ്റ് ഈസ് ആർ ആൻഡ് തീറ്റ. അപ്പോൾ നമ്മൾ എക്സ് എഴുതുന്നത് എങ്ങനെയായിരിക്കും? ആർ കോസ് തീറ്റ എന്നാണ്. വൈ എഴുതുന്നത് ആർ സൈൻ തീറ്റ എന്നാണ്. ഞാൻ ഇതിന്റെ കൂടുതൽ പൊസിഷനും വെലോസിറ്റിയും ഒന്നും ഇക്വേഷൻ പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്ത് ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഹിയർ ദി കോർഡിനേറ്റ്സ് ആർ റോയ്ക്ക് പകരം ആറ് കൊടുക്കാം. ഡിസ്റ്റൻസ് തന്നെയാണ് 5 ആൻഡ് Z. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ വരുന്ന കോർഡിനേറ്റ്സുകൾ. അടുത്ത ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം വരുന്നത് സ്പിരിക്കൽ പോളാർ. അപ്പൊ ഇത്രയും കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എല്ലാ ഇക്വേഷൻസ് എഴുതാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓരോന്നിലും വരുന്ന ഡിസ്റ്റൻസിന്റെയും പൊസിഷൻ, വെലോസിറ്റി, അതിന്റെ എല്ലാ ഇക്വേഷൻസും നോട്ട് ചെയ്ത് വെക്കും. സ്പിരിക്കൽ പോളാർ, പ്ലെയിൻ പോളാറിന്റെ ഒരു ആംഗിളും കൂടി കൂടും, 5 കൂടും. ഇത്രയും കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്.
വീണ്ടും നമുക്ക് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ട്. വി ക്യാൻ ഫൈൻഡ് ദ ജനറലൈസ്ഡ് വെലോസിറ്റി, ജനറലൈസ്ഡ് മൊമെന്റം. ഇത്തരം കാര്യങ്ങളെല്ലാം ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സിൽ വരുന്നതാണ്. അപ്പൊ അത്തരം ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഫ് യു ആർ കണ്ടിന്യൂയിങ് ദിസ് ക്ലാസ് യു വിൽ ഗെറ്റ്. നല്ല രീതിയിലുള്ള നോട്ട്സ്, നല്ല രീതിയിലുള്ള ക്ലാസ്, അതുമായിട്ട് അനുബന്ധപ്പെട്ട MCQs. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കും കൂടി നമുക്ക് എടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളൊരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടണമല്ലോ. അപ്പോൾ ആദ്യം ഞാനൊരു സെൻട്രൽ ഫോഴ്സ് പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ്, ഓരോ ടേമും നോക്കി വെക്കുക ഡെഫിനിഷനിൽ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് required to specify പൊസിഷൻ. ഒരു സിസ്റ്റത്തിലെ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സിന്റെ നമ്പറിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. നോർമലി ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ ഇക്വേഷൻ വരുന്നത് ഇറ്റ് ഈസ് 3n - c. n means number of particles, C is constraints. Okay, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വരയ്ക്കാം. സി, ഞാനിപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഇവിടെ വരയ്ക്കുകയാണ്. എക്സ്, വൈ, സെഡ്. ഇതൊരു പോയിന്റാണ്, ഒരു ബോഡിയാണ്. എം മാസ് ഉള്ള ഒരു ബോഡി. അതിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സ്, വൈ, സെഡ്. അപ്പോൾ എത്ര പാർട്ടിക്കിൾ ഉണ്ട് ഇവിടെ? ദർ ഈസ് 1 പാർട്ടിക്കിൾ. ഇവിടെ കൺസ്ട്രെയിൻ ഉണ്ടോ? ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ടോ ഒരു കണക്ഷനോ ഒന്നുമില്ല. കൺസ്ട്രെയിൻ 0 ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് വരും? ഇറ്റ് ഈസ് 3n - c, ദാറ്റ് ഈസ് 3 × 1 - 0, ദാറ്റ് ഈസ് 3. ഇതാണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ഫിഗർ ഞാൻ വരയ്ക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നതാണ്. സോ ഞാൻ വീണ്ടും ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുകയാണ്. ഇവിടെ ഒരു ബോഡി മാസ് m1 is connected to another one mass m2. ഇതിന്റെ പോയിന്റ് x1, y1, z1, ഇത് z, ഇത് y, ഇത് x. ഇതിന്റെ പോയിന്റ് x2, y2, z2. ദെൻ ഓക്കെ, നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കാം. എത്ര നമ്പേഴ്സ് ഉണ്ട്? നമ്പർ ഇസ് ഈക്വൽ ടു 2 പാർട്ടിക്കിൾ ഉണ്ട്, m1, m2. എത്ര കൺസ്ട്രെയിന്റ് നോക്കി? m1, m2 കണക്ട് ചെയ്യുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ കൺസ്ട്രെയിന്റ് ഈക്വൽ ടു 1. സോ വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഇക്വേഷൻ എന്താണ്? 3n - c, ദാറ്റ് ഈസ് 3 × 2 - 1, 6 - 1, ഇറ്റ് ഈസ് 5. ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. ഇനി ഞാൻ മറ്റൊന്നും കൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. സിമ്പിൾ പെൻഡുലം. ഞാൻ ആദ്യം സിമ്പിൾ പെൻഡുലം ഫിഗർ വരയ്ക്കാം. ഇവിടെ ഒരു റോപ്പ് വെച്ചിട്ട് ഇവിടെയാണ് ബോബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് സിമ്പിൾ പെൻഡുലം. ഇത് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ ഫിഗറാണ് അല്ലേ? അപ്പോൾ ഇത് പെൻഡുലം ഇങ്ങനെ ആടാണ്, ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ആംഗിൾ തീറ്റയാണ്, ഇതിന്റെ ലെങ്ത് L ആണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കി, ഏതാണ് ഫിക്സ്ഡ്? L ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ? തീറ്റയോ മാറിക്കൊണ്ടിരിക്കും, ആംഗിളും മാറിക്കൊണ്ടിരിക്കും. L ഫിക്സ്ഡ് ആയിരിക്കും, തീറ്റ വേരിയബിൾ ആയിരിക്കും. അപ്പൊ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 1 അല്ലെ? ഒരു 1 ആയിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം. എങ്ങനെയാ വരുന്നത് അത്? ഓക്കെ, ഇവിടെ ഇതിന്റെ മാസ് m ആണെന്ന് വിചാരിക്കും. ഇതാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ. അപ്പൊ ഇത്തരം വാല്യൂസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഡബിൾ പെൻഡുലം ഉണ്ട്, സ്പ്രിംഗ് പെൻഡുലം ഉണ്ട്, പല പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞു കൺസ്ട്രെയിൻ ഉണ്ട്. ഇനി എന്താണ് കൺസ്ട്രെയിൻ എന്ന് നോക്കാം. അതായത് നമുക്കൊരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്ന എന്താണോ അതിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിൾ വിച്ച് ഈസ് നോട്ട് അലൗഡ് ടു മൂവ് ഫ്രീലി, അപ്പൊ അതിനെ നമ്മൾ കൺസ്ട്രെയിൻഡ് ആണെന്ന് പറയും. നമുക്ക് നോട്ട് ചെയ്യേണ്ടത് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻ ആണ്.
മൂന്ന് രീതിയിൽ നമുക്ക് കൺസ്ട്രെയിന്റ് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് സ്ക്ലീറോണോമിക് കൺസ്ട്രെയിന്റ്. സോ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ക്ലീറോണോമിക് കൺസ്ട്രെയിൻ ആണ്. രണ്ടാമത്തത് അതിന്റെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന റിയോണോമിക് ആണ്. സ്ക്ലീറോണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ആണ്. ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസിനെയാണ് സ്ക്ലീറോണോമിക് എന്ന് പറയുന്നത്. ആൻഡ് റിയോണോമിക് ഈസ് ടൈം ഡിപെൻഡന്റ്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ഹോളോണോമിക് ആൻഡ് നോൺ ഹോളോണോമിക്. ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രെയിൻസ് വി ക്യാൻ സേ ഹോളോണോമിക്. അതേ സമയത്ത് ഒരു ഇനീക്വാലിറ്റിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രെയിൻസിനെ വി കോൾ നോൺ ഹോളോണോമിക്. മൂന്നാമത്തെ ടൈപ്പ് കൺസർവേറ്റീവ്. മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കൺസർവേറ്റീവ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിസിപ്പേറ്റീവ്. ഇത്രയുമാണ് നമ്മുടെ കൺസ്ട്രെയിൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ചോദ്യം വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഇതിനകത്ത് ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. സോ our first question is, if generalized if generalized coordinate has the dimension of momentum, generalized velocity, അപ്പോൾ കോർഡിനേറ്റിന് മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ആണെങ്കിൽ വെലോസിറ്റിക്ക് ഏതിന്റെ ഡയമെൻഷൻ ആയിരിക്കും? വെലോസിറ്റി, ഫോഴ്സ്, ടോർക്ക്, ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ആദ്യം കോർഡിനേറ്റും വെലോസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ എഴുതാം. അപ്പോൾ കോർഡിനേറ്റ് എന്താണ്? കോർഡിനേറ്റ് എക്സ് ആണ്. വെലോസിറ്റി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? v ഈക്വൽ ടു dx/dt എന്നാണ്. ഇതാണ് വെലോസിറ്റി. കോർഡിനേറ്റും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ഇനി കോർഡിനേറ്റിന് പകരം നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഹാസ് ദി ഡയമെൻഷൻ ഓഫ് മൊമെന്റം എന്നാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിക്ക് പകരം എന്ത് വരും? വെലോസിറ്റി എങ്ങനെ എഴുതാം? dp/dt അല്ല, എക്സിന് പകരം മൊമെന്റം എടുത്തു, dp/dt. ഇത് ഏതാണ്? വെലോസിറ്റി dp/dt. വാട്ട് ഈസ് dp/dt? ഇറ്റ് ഈസ് ഫോഴ്സ്. അപ്പോൾ ഓപ്ഷൻ ബി ഫോഴ്സ് ആണ് നമ്മുടെ ആൻസർ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോർഡിനേറ്റിന് മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ആണ് എങ്കിൽ വെലോസിറ്റിക്ക് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഈ രീതിയിലാണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ആംഗുലർ മൊമെന്റം ഈസ് ഗിവൺ ബൈ. നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് മൊമെന്റം L is equal to R cross P എന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് P? മൊമെന്റം. P is equal to mass into velocity. അപ്പൊ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R cross P ക്ക് പകരം mass into velocity. So I am writing mass into R cross V. അപ്പൊ ഏത് വരും? ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടുന്ന കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. പോസിബിൾ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് റിജിഡ് ബോഡി ഈസ്. ഏതൊക്കെ കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്? നമുക്കറിയാം എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അതേപോലെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് പൊസിഷൻ കോർഡിനേറ്റ് എന്നാണ്. പൊസിഷൻ കോർഡിനേറ്റ്സ് എന്നാണ്. ആൻഡ് px, py, pz ഇതിനെ നമ്മൾ വിളിക്കുന്നത് മൊമെന്റം കോർഡിനേറ്റ്സ് എന്ന്. അപ്പോൾ റിജിഡ് ബോഡി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കോർഡിനേറ്റ്സ് നമുക്ക് വേണം. 3 പൊസിഷൻ കോർഡിനേറ്റ്സും 3 മൊമെന്റം കോർഡിനേറ്റ്സും. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന്, അല്ലെ? അപ്പൊ എന്തായിരുന്നു നോൺ ഹോളോണോമിക്കും ഹോളോണോമിക്കും തമ്മിൽ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഹോളോണോമിക് എന്തായിരുന്നു? ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനിൽ പറയണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു. നോക്കി, ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ഇവിടെ ഈക്വൽ ടു ഉണ്ട്. നോൺ ഹോളോണോമിക് നമുക്ക് എന്തായിരുന്നു? നോൺ ഹോളോണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനീക്വാലിറ്റി. ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം? ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സംതിങ്, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ
അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈ സൈനൊക്കെ വരുന്നതാണ് ഇനീക്വാളിറ്റി. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഈ എടുത്തുപോയ പോർഷനിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ചെറിയ ടോപ്പിക്കാണ് എടുത്തതെങ്കിലും അതിൽ നിന്നുള്ളൊരു 3 MCQ ഏത് രീതിയിലാണ് വരുന്നത്, 4 MCQ നമുക്ക് ഏത് രീതിയിലാണ് വരുന്നത് നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഡിഗ്രി ഓഫ് ഫ്രീഡം, കൺസ്ട്രെയിൻസ്, അതുപോലെ ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻസ്, ടൈപ്പ് ഓഫ് ഫോഴ്സുകൾ അല്ലെ? അപ്പൊ ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് HSSTക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഇത്തരം ടോപ്പിക്കുകളുടെ എക്സ്പ്ലനേഷൻസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും HSST എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ചിട്ടയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും HSST ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ എക്സാം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ടിപ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല മാർക്കോടുകൂടി റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കും. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.